ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഹൈക്കോടതി. പ്രതിഷേധിക്കുന്നവർക്കെതിരെ കഠിന വകുപ്പുകൾ ചുമത്തുന്ന രീതിക്കുള്ള തിരിച്ചടിയാവുകയാണ് കോടതി നിരീക്ഷണം. 2017 ഏപ്രിൽ 9 പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയ 3 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ കേസ് റദ്ദാക്കിയാണ് കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാട്ടുകയും തടയാൻ ശ്രമിച്ച പോലീസുകാരെ തട്ടിമാറ്റുകയും ചെയ്തെന്നാണ് കേസ്. സമാധാനപരമായ പ്രതിഷേധങ്ങൾ ഭരണനിർവഹണത്തെ ദുർബലപ്പെടുത്തുകയല്ല, ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപകീർത്തി നേരിട്ട് വ്യക്തി നൽകിയാലല്ലാതെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപകീർത്തി കേസ് നിലനിൽക്കില്ല. ഇതിൽ വിചാരണ നടന്നാലും നിയമസാധുതയില്ല. അപകീർത്തി എന്തെന്ന് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. പോലീസ് സമരക്കാരെ തടഞ്ഞതിനാൽ മുഖ്യമന്ത്രിക്കും വാഹനവ്യൂഹത്തിനും തടസ്സമുണ്ടായിട്ടില്ല. വ്യക്തമായ ഉദ്ദേശത്തോടെ പൊതുസേവകന്റെ കർത്തവ്യം തടസ്സപ്പെടുത്തിയാൽ മാത്രമേ ഈ കുറ്റകൃത്യം നിലനിൽക്കൂവെന്ന് കോടതി വ്യക്തമാക്കി. കരിങ്കൊടി വീശിയുള്ള പ്രതിഷേധം അപകീർത്തികരമോ നിയമവിരുദ്ധമോ അല്ലെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു. ചിഹ്നങ്ങളോ പ്രകടമായ രൂപങ്ങളോ അപകീർത്തിപ്പെടുത്തലിന്റെ ഭാഗമായി പറയാമെങ്കിലും കരിങ്കൊടിയെ അങ്ങനെ കാണാനാകില്ല. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ല. പിന്തുണച്ചോ പ്രതിഷേധിച്ചോ ആവാം കൊടിവീശൽ. സാഹചര്യത്തെയും കാഴ്ചപ്പാടിനെയും ബന്ധപ്പെടുത്തി ഇതിൽ മാറ്റമുണ്ടാകുമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. പറവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള തുടർ നടപടികൾ റദ്ദാക്കണമെന്നായിരുന്നു ഹർജിക്കാരായ സിമിൽ, ഫിജോ, സുമേഷ് ദയാനന്ദൻ എന്നിവരുടെ ആവശ്യം.